റെഡിയാക്കിയെടുത്ത മത്തങ്ങ മുളകുടച്ചത്. നല്ലൊരു മണവും നല്ലൊരു അടിപൊളി ഒരു മത്തങ്ങ മുളകടിച്ചതാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു മത്തങ്ങ മുളക് ഉടച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 400 ഗ്രാം മത്തങ്ങ വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് തുടങ്ങിയാലോ. ഗ്യാസ് ഓണാക്കാം. നമുക്ക് സ്റ്റൗ ഓണാക്കേ. പാത്രം ചൂടാവട്ടെ. ഈ ചൂടായ പാത്രത്തിലോട്ട് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. എണ്ണ ചൂടാവട്ടെ. ചൂടായ എണ്ണയിലോട്ട് ഒരു 10-18 അല്ലി വെളുത്തുള്ളി, ചെറുതും വലുതുമായിട്ടുള്ള 10-18 അല്ലി വെളുത്തുള്ളി അതിട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വരുന്നതേ ഉള്ളൂ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ നന്ദിയുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയിക്കോണേ. ഇതിനകത്തൊരു 11 മുളക്, ഉണക്കമുളക് അതിട്ട് വെച്ചു. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വറുത്ത് കിട്ടണം. നമ്മുടെ വെളുത്തുള്ളിയും ഉണക്കമുളകും നല്ലതുപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ടേ. നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് പാർന്ന് വെക്കേ. ഗ്യാസ് ഓണാക്കിയിട്ടില്ല. ഇതുപോലെ വറുത്തെടുക്കണേ. ഓക്കെ, ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഇതിനകത്ത് വലിയ 2 സവാള അരിഞ്ഞതേ അതിട്ട് കൊടുക്കാം. ഓയിൽ ഇത് മതി. ഇതിനകത്ത് ശകലം ഉപ്പും കൊടുത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തേ. ഇതൊന്ന് നല്ലതുപോലെ വഴന്ന് കിട്ടട്ടെ. ഓക്കെ, നമ്മുടെ സവാള എല്ലാം നല്ല വഴന്ന് വന്നിട്ടുണ്ട്. അന്ന് ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന കണക്കൊന്നും എടുക്കണ്ട, ഇതുപോലൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഗ്യാസോ സിമ്മിലാണ്. ഞാൻ മീഡിയത്തിനും സിമ്മിനും ഇടയിലിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊന്ന് നമുക്ക് ഈ പ്ലേറ്റിലോട്ടൊന്ന് പാർന്ന് വെക്കാം. മതിയേ. ഇനി നമുക്ക് ഓക്കെ സവാള ഇരിക്കട്ടെ. ഗ്യാസ് ഓഫാക്കിയിട്ടില്ലായിരുന്നു. പിന്നെ അത് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഈ പാത്രത്തിൽ ഇങ്ങനെ കടായിൽ ഒഴിച്ച് കഴിയുമ്പോൾ ഒത്തിരി എണ്ണ പോലെ തോന്നും കണ്ടോ. കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇത് ഇരിക്കട്ടെ. എണ്ണയൊന്ന് ചൂടാവട്ടെ. ചൂടായ പാത്രമല്ലേ, എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മളിപ്പോൾ ഈ റെഡിയാക്കി വെച്ചേക്കുന്ന മത്തങ്ങയല്ലേ അരിഞ്ഞ് വെച്ചേക്കുന്ന അതിട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റാം. ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം.
ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടേ. ഇതൊന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. നല്ല വഴന്ന് വരത്തില്ലേ, നല്ല നമുക്ക് ഉടയ്ക്കാൻ പറ്റും, നമുക്ക് തൊട്ടാൽ മുറിയണം, ആ രീതിയിലെടുക്കേ. അന്നേരം മീഡിയത്തിൽ തന്നെ ഇടാം. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരട്ടെ. നമുക്ക് 2 മിനിറ്റ് ഇപ്പം ഞാനിത് ഇളക്കിയിട്ടുണ്ടേ. ഇനി ഇത് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. തീ ഒന്ന് കുറച്ചിടേ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി തുറന്ന് ഇളക്കണം. ഒരു 2 മിനിറ്റ് വരെ ഇങ്ങനെ കിടക്കട്ടെ. തീ കുറച്ചിട്ടിട്ടുണ്ട്. സിമ്മിനും മീഡിയത്തിനും ഇടയ്ക്ക് വെച്ചേക്കാം. മത്തങ്ങ നോക്കേ. ഇത് ഏകദേശം ഒരു 4 മിനിറ്റോളം ആയിട്ടുണ്ട്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളം ഇതിനകത്ത് ഉപയോഗിക്കല്ലേ. ഇനി കവർ ചെയ്യണ്ട. ഇതിങ്ങനെ ഒരു 1-2 മിനിറ്റ് എടുക്കട്ടെ. നോക്കട്ടെ മത്തങ്ങ വെന്തിട്ടുണ്ടായിരുന്നു. മത്തങ്ങ വെന്ത് വരുന്നുണ്ട്. ഒരു 2 മിനിറ്റ് കൂടെ കിടക്കട്ടെ. അങ്ങനെ കിടക്കട്ടെ. നമ്മുടെ മത്തങ്ങ നോക്കാം. ഇപ്പോൾ ഒരു 1.5 മിനിറ്റോളം ആയിട്ടെ. വെന്തോന്ന് നോക്കാം. നല്ലതുപോലെ വെന്തിട്ടെ. നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഗ്യാസ് ഓഫാക്കിയിട്ടില്ല. നമുക്കിത് ഈ പ്ലേറ്റിലോട്ടൊന്ന് പകർന്നു നോക്കാം. അതെ, ഇത് പിടിക്കട്ടെ, തണുക്കട്ടെ. ഇതിനകത്ത് ശക്കലം വെളിച്ചെണ്ണ ഒഴിക്കാം. ശക്കലം ഒരു ടീസ്പൂണോളമേ മതി. പിന്നെ ഈ എണ്ണയൊന്ന് ചൂടാവട്ടെ. ചൂടായ എണ്ണയിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുത്തേ. കടുകൊന്ന് പൊട്ടിക്കിട്ടട്ടെ. ഈ പൊട്ടിയ കടുകിലോട്ട് 2 പച്ചമുളക് അരിഞ്ഞതേ അത് ഇട്ട് കൊടുക്കാം. പച്ചമുളക് നല്ലതുപോലെ ഒന്ന് വറുത്ത് വെക്കണേ. നല്ല വറുത്ത് വെക്കണം. നമ്മളെ പച്ചമുളകെല്ലാം നല്ല വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കാണ്. ഗ്യാസ് ഓഫാക്കിയിട്ട് കുറച്ച് ചൂട് നല്ലതുപോലെ മാറിയിട്ടാണ് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഗ്യാസിൻ്റെ ഈ ചൂടൊന്ന് മാറണേ. ഓക്കെ, നമ്മുടെ എണ്ണയുടെ ആ കടുക് വറവിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. അതിനകത്ത് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഇരിക്കട്ടെ. നമുക്കിത് റെഡിയാക്കാൻ തുടങ്ങാം. ഓക്കെ, നമ്മുടെ മത്തങ്ങ ഫ്രൈ ആക്കി വെച്ചത് ഇവിടെ ഇരിപ്പുണ്ട്. തണുത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, നല്ല വെന്ത്. ഇനി എല്ലാം ഇവിടെ വെച്ചാണ് ഈ പണിയൊക്കെ. ബാക്കി ഒരു പ്ലേറ്റിനോട്ട് വെക്കാം. ഇതിനകത്ത് നമ്മളിപ്പോൾ ഈ വറുത്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളിയും മുളകും ഇല്ലേ, അത് ഇവിടെ ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കേ. ഇതൊന്ന് കൈ വെച്ച്, ഞാൻ എൻ്റെ കയ്യിൽ ഗ്ലൗസ് ഒന്ന് ഇടട്ടെ. കാരണം കൈയുടെ നഖത്തിൻ്റെ അവിടെ നഖം വെട്ടിയ വരി അവിടെ മുറിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ നല്ല പണി കിട്ടും. എനിക്ക്
മുളകല്ലേ, കൈവച്ച് തന്നെയാണ് ചെയ്യണ്ടേ. കൈ നല്ല മുറിവാണ് ഇവിടെ ഉള്ളത്. എന്നിട്ട് ഇത് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. വെളുത്തുള്ളിയും ഈ വറുത്ത വെളുത്തുള്ളിയും വറുത്ത മുളകും കൂടെ നല്ലതുപോലെ ഞെരടിയെടുക്കണേ. ഇതുപോലെ തന്നെ ചെയ്യണം. മുളക് പൊടിയും ചതച്ച മുളകോ ഒന്നും വേണ്ട ഇതിന്, ഈ മുളക് തന്നെ വേണം. പിന്നെ എരിക്കനുസരിച്ച് മറ്റേ മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളെ കാശ്മീരി മുളക് വലുത്, പൊടിയല്ലാത്തതേ. ഇതുപോലെ വറുത്തെടുക്കണം. അത് കാശ്മീരി മുളക് പൊടി മുളകാണ് വേണ്ടതെങ്കിൽ. ഇതിനകത്ത് നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന ഉള്ളിയില്ലേ, അതും ഇട്ട് കൊടുക്കാം. അല്ലേ, ആ വെളുത്തുള്ളിയും നല്ലതുപോലെ അതെല്ലാം ഇതുമായിട്ട് ചേർന്നേ നല്ലതുപോലെ ഉടച്ചു കൊടുത്തിട്ടുണ്ട്. മുളകും ഇനി ഇതിനകത്ത് ഇപ്പം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന മത്തങ്ങയില്ലേ, അതിട്ട് കൊടുക്കാം. ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇതൊന്ന് പൊടിക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അടിപൊളി ടേസ്റ്റാണ്. ചോറിനും ചപ്പാത്തിക്കും, എപ്പോഴും പറയുന്നത് പോലെ ദോശയ്ക്ക്, ഇഡ്ഡലിക്ക്, എന്തിൻ്റെ കൂടെയും കഴിക്കാൻ. ചോറിന് ബെസ്റ്റാണിത്. മിക്സിയിലിട്ടൊന്നും അടിച്ചെടുക്കരുത് കേട്ടോ, ഇങ്ങനെ തന്നെ ചെയ്യണം. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചല്ല മത്തങ്ങ വേവിച്ചേക്കുന്നത്. 2-4 മിനിറ്റ് ഞാൻ അടച്ച് വേവിച്ചിട്ടുണ്ട്. ഇതേ നല്ല പൊടിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം. ഇനി ഇതും കൂടെ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഇപ്പം നമ്മൾ ഈ സ്പൂൺ എടുക്കട്ടെ. ഇനി ഇതിലോട്ട് ഒരു 1.5 ടീസ്പൂണോളം പുളി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇത് പുളിയുടെ പേസ്റ്റാണ്. അല്ലെങ്കിൽ ചെറിയൊരു പുളി, നമുക്ക് എത്ര പുളി വേണ്ട അതനുസരിച്ച് കുറച്ച് വെള്ളത്തിലിട്ടൊന്ന് പിഴിഞ്ഞ് കട്ടിക്ക് എടുത്തൊഴിച്ച് കൊടുത്താൽ മതി. എല്ലാം കൂടെ നല്ല മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിന് ഉപ്പുണ്ടോ എന്ന് നോക്കണേ. നമുക്ക് എല്ലാത്തിലും നമ്മൾ കുറേശ്ശെ ഉപ്പിട്ട വഴറ്റിക്കൊണ്ടിരുന്നത്. ശക്കല ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. നല്ല ടേസ്റ്റായത്. ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം.
ഒരു 1/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്ത് ഇനി ഇതിനകത്ത് ഇപ്പം നമ്മൾ കടുകും ലാസ്റ്റ് കടുകും മുളകും പച്ചമുളകും കറിവേപ്പിലയും കൂടെ എല്ലാം വഴറ്റി വെച്ചിരുന്നില്ലേ അതിട്ട് കൊടുക്കാം. മതിയേ. ഇനി ഇത് ഇതിനകത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ മിക്സിങ്ങിലാണ്, നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇത് എന്ത് ടേസ്റ്റാണെന്നറിയോ, നല്ലൊരു മണമാണിതിന്. നല്ല മണവും നല്ല ടേസ്റ്റുള്ളൊരു മത്തങ്ങ മുളക് ഉടച്ചതാണേ. ഇനി ഞാനതൊരു വേറൊരു പ്ലേറ്റിലോട്ട് പകർന്നു വെക്കെ റെഡിയാക്കിയിട്ട്. മതി. ഒരു വേറെ പ്ലേറ്റിലോട്ട് എടുത്ത് വെക്കേ. ഓക്കെ, ഞാൻ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പ്ലേറ്റിലോട്ട് നമ്മുടെ ഈ കൂട്ട് അങ്ങോട്ട് വെക്കേ. റെഡിയാക്കിയെടുത്ത മത്തങ്ങ മുളകുടച്ചത്. എന്ത് മണം ഇതിന്! നല്ലൊരു മണവും നല്ലൊരു അടിപൊളി ഒരു മത്തങ്ങ മുളകടിച്ചതാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ 2 കറിവേപ്പില എണ്ണയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ, അത് ഇങ്ങോട്ടും എടുക്കാം. ഓക്കെ, ഇതാർക്കാ കഴിക്കാൻ തോന്നാത്തത്? എന്ത് ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്! അടിപൊളി ടേസ്റ്റാണ്, നല്ലൊരു ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ചോറൊക്കെ ഉണ്ണാനുണ്ടല്ലേ, സൂപ്പർ ഒരു ഉടച്ചു കറിയാണത്. അപ്പം ഇതിനകത്തുനിന്ന് ഒരു സ്പൂണൊക്കെ എടുത്തിട്ട് നല്ല രസമായിട്ട് ചോറിനകത്തൊക്കെ ഇട്ട് കുഴച്ച് കഴിക്കണം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം. ഓക്കെ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളത് മത്തങ്ങ മുളക് ഉടച്ചത്. അടിപൊളി ടേസ്റ്റാണ്, ധൈര്യമായിട്ട് ഉണ്ടായിക്കോളാം. നല്ല ടേസ്റ്റുള്ളൊരു മത്തങ്ങ മുളക് ഉടച്ചതാണ്. നമുക്കിഷ്ടമുള്ള എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്നൊരു മത്തങ്ങ മുളക് ഉടപ്പാണിത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.